എല്ലാവർക്കും നമസ്തേ. അപ്പോൾ സമീക് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് താമരയെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, താമരയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ പൂർവ്വികർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളുടെ പഴയ ക്ഷേത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സ്തൂപങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അജന്ത, എല്ലോറ കേവ്സ്, ഇവിടെയൊക്കെ പോയാലും നമുക്ക് എന്താണ് ഈ താമര നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് താമരയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ്? നമുക്കറിയാം താമരയുടെ ഒരു പ്രത്യേകത എന്താണ്. ഈ താമര വളർന്നു വരുന്നത് ചെളിയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഈ ചെളിയിൽ നിന്ന് അത് വളർന്നു വന്നിട്ട് അതെത്ര മനോഹരമായിട്ടാണെന്നല്ലേ അത് പുഷ്പിച്ച് നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ആ ഒരു വിത്തുകൾ ചെളിയിലാണ് എന്ന് പറഞ്ഞിട്ട് അത് വളരാതിരിക്കുന്നില്ല അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ നമ്മൾ ചിലർ പറയാതെ നമ്മൾ ഭയങ്കര പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസയൊന്നും ഇല്ല. പക്ഷേ എന്ത് തന്നെ അവിടെ സംഭവിച്ചിരുന്നാലും അതൊക്കെ നമ്മളതൊക്കെ ഒരു ചലഞ്ചസ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്നെല്ലാം നിരന്തരമായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിലൂടെ അവസാനം വിജയത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് തന്നെയാണ് താമരയും നമുക്ക് കാണിച്ചു തരുന്നത്. താമരയുടെ ആ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ബുദ്ധയുടെ ടീച്ചിങ്സ് എടുത്താലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ താമര എന്ന് പറയുമ്പം ആ ബോധോദയത്തിന്, അല്ലെങ്കിൽ ആ ഒരു എൻലൈറ്റൻമെൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമല്ലോ, അതിൻ്റെ ഒരു സിംബോളിക്കാണ് താമര എന്ന് പറയുന്നത്. അതായത് നമ്മളീ പറഞ്ഞ പോലെ ചെളി എന്ന് പറയുന്നത് നമ്മളുടെ സഫറിങ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു ലോകത്ത് സഫറിങ് ഇല്ലാത്ത ഒറ്റ ജീവിയില്ല. എല്ലാവരും ഈ സഫറിങ്ങിൽ കൂടെ കടന്നു പോകാൻ നമ്മളുടെ സത്യം പറഞ്ഞാൽ അതൊരു നമുക്കിനി ഉള്ള ഇതിൽ പറയാം. കാരണം അത് നമ്മളുടെ റിയലൈസേഷൻ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, ഒരു ലോക സത്യമാണ്. സഫറിങ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സഫറിങ് ആണ് ഈ ഒരു ചെളി എന്ന് പറയുന്നത്. ഈ ഒരു സഫറിങ്ങിൽ അത് ഈ താമര ഉയർന്നു വരികയാണ്. അതിൻ്റെ ആ ഒരു തണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം. അത് ഏത് ഏരിയ ആയിക്കോട്ടെ. ഇപ്പോൾ യോഗയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ നിരന്തരമായിട്ട് ആ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു പഠനത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്ത് തന്നെയായാലും എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ആ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനെയാണ് ആ ഒരു തണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തണ്ടിൽ നിന്ന് നമ്മുടെ നിരന്തരമായിട്ടുള്ള പരിശീലനം അല്ലെങ്കിൽ ആ പരിശ്രമം വഴി പിന്നെ അവസാനം അത് വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു പുഷ്പമായിട്ടാണ് മാറുന്നത് അല്ലേ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയം നേടുന്നൊരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അവസാനം നമ്മുടെ ഒരു അവൈക്കനിങ് സ്റ്റേജിലോട്ട് എത്തുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ ഇതാണ് ബുദ്ധയുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ആ താമരപ്പൂവിനെ പറ്റി പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഗീത എടുത്ത് നോക്കിയാലും ഗീതയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടീച്ചിങ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വളരെയധികം എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളൊരു അതിലെ ഒരു കൺസെപ്റ്റാണ് നിഷ്കാമ കർമ്മ അല്ലേ. അതായത് നമ്മൾ ഫലേച്ഛയില്ലാതെ നമ്മളുടെ കർമ്മം ചെയ്യുക. അപ്പോൾ ആ താമര എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുക. അതായത് താമര എന്ന് പറയുമ്പോൾ അത്രയും ആ ഒരു ചെളിയിൽ നിന്ന് വളർന്നു വന്നിട്ട് പോലും, അല്ലെങ്കിൽ അതിൻ്റെ ഇലകളുടെ പ്രത്യേകത അറിയാമല്ലോ. ആ ഇല ഒരിക്കലും ഈ വെള്ളം ആ ഇലയിൽ പിടിക്കത്തില്ല അല്ലേ. ഇല്ല, ചേമ്പലയിൽ പോലെ തന്നെ ഈ താമരയിലൊരു ആ വെള്ളം അതിൽ പിടിക്കില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഫലം നമ്മളെ അവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളത് മൈൻഡ് ചെയ്യുന്നേയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു പരിശ്രമം അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതം ഒരു താമരയുടെ പോലെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മളുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള ആ ഒരു ശ്രമം അതൊരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. ഓക്കെ, ബൈ.